പ്രിയപ്പെട്ട അച്ഛന്മാരെ, സ്നേഹമുള്ള സഹോദരങ്ങളെ, എല്ലാവർക്കും മിഷൻ ദിനത്തിൻ്റെ ആശംസകൾ പ്രാർത്ഥനാപൂർവ്വം നേരുന്നു. എൻ്റെ മിഷൻ അനുഭവം പങ്കുവയ്ക്കുകയാണെങ്കിൽ 1975 ഏപ്രിൽ മാസത്തിൽ ഞാനും പട്ടേലച്ചനും കൂടെ കൂടി സത്തന രൂപതയ്ക്ക് പോയ കാലം മുതലാണ് ഓർക്കുന്നത്. കേരളത്തിന് പുറത്ത് സഭയ്ക്കൊരു മിഷൻ പ്രവർത്തന മേഖല ലഭിക്കണമെന്നുള്ള ചിന്തയിൽ ബഹുമാനപ്പെട്ട തോമസ് അച്ഛനും ഞാനും 75 ഏപ്രിൽ 20 സത്തന രൂപതയിലേക്ക് പോയി. അവിടെ ഞാൻ സീധി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ജോലി ചെയ്തത്. അവിടെ ചെറിയൊരു ഇടവകയും ഒരു ഹിന്ദി മീഡിയം സ്കൂളും എല്ലാം ഉണ്ട്. അവിടുത്തെ കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങളൊക്കെ നോക്കണം. അതോടൊപ്പം അതിൻ്റെ അടുത്ത് കരിമാട്ടി എന്ന് പറയുന്ന ഒരു വില്ലേജ് സ്റ്റേഷനുണ്ട്. അല്പം ഫോറസ്റ്റ് ഏരിയയിലാണ്. കൂടെ അവിടെ ചെന്ന് കുർബാനയ്ക്കൊക്കെ കൊടുക്കണം. അതോടൊപ്പം തന്നെ സിംഗ്രോളി എന്ന് പറയുന്ന ഒരു കോളിയേരി സ്റ്റേഷനുണ്ട്. അവിടെ അച്ഛന്മാരില്ലാത്തപ്പോൾ അവിടെയും പോയി ബലിയെല്ലാം അർപ്പിക്കണം. ഇങ്ങനെ 2 വർഷം ഞാൻ സീതിയിൽ കഴിഞ്ഞുകൂടി. അതിനുശേഷം അത്രകാർ എന്ന് പറയുന്ന ഒരു നോൺ ക്രിസ്ത്യൻ മേഖലയിലേക്കാണ് പോയത്. 1 വർഷം അവിടെ ഉണ്ടായിരുന്നു. അവിടെ നമുക്കൊരു വില്ലേജ് ക്ലിനിക്കും സാമൂഹ്യ പ്രവർത്തനങ്ങളെല്ലാമായിരുന്നു. 89-90 ഷിമോഗയിലെ സാഗര എന്ന് പറയുന്ന ഇക്കേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിയമിതനായത്. അവിടെ ഒരു ഓൾഡ് ഏജ് ഹോമും ഒരു ചെറിയ ഇടവകയും എല്ലാം ഉണ്ട്. അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി അങ്ങനെ നടന്നു. അതോടൊപ്പം ജോഗ്ഫോൾ എന്ന് പറയുന്ന സ്ഥലത്ത് എല്ലാ ഞായറാഴ്ചകളിലും വൈകിട്ടെന്ന് കുർബാനയുണ്ട്. അവിടെ പോയി അവിടുത്തെ ആൾക്കാരെ കാണുകയും വീടുകൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ കാലഘട്ടത്തിലാണ് സാത്താറ സോളാപ്പൂർ മിഷനെ പറ്റി ചിന്തിക്കുന്നത്. ആ മിഷൻ്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് എന്നാൽ പറ്റുന്ന രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ സന്ദർഭത്തിൽ മിഷനിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്ത പിതാക്കന്മാർ ഏടിമറ്റം പിതാവിനെയും ചിറ്റിനപ്പള്ളി പിതാവിനെയും തൂങ്കുഴി പിതാവിനെയും എല്ലാം പ്രത്യേകം അനുസ്മരിക്കുന്നു. ഏടിമറ്റം പിതാവും ചിറ്റിനപ്പള്ളി പിതാവും പരലോകപ്രാപ്തരാണ്. അവിടെ ആത്മാവിന് ദൈവം നിത്യാശ്വാസം കൊടുക്കട്ടെ. അതുപോലെ തൂങ്കുഴി പിതാവിന് ആരോഗ്യവും ആയുസ്സും എല്ലാം ആശംസിക്കുന്നു. മിഷനിൽ പ്രവർത്തിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് ഞാൻ അനുസ്മരിക്കുന്നു, ഓർക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.